$10 കാസിനോയിൽ ചെന്ന ഇവന് ജോലിക്കാരി പൈസ മാറ്റി അത് നാണയമാക്കി കൊടുത്തു. പക്ഷേ അടുത്തിരുന്ന പ്രായമായ ഒരാൾ സ്ലോട്ട് മെഷീനിൽ നാണയമിട്ട് ഹലോ എന്ന് വിളിച്ചപ്പോൾ നാണയങ്ങൾ മഴ പോലെ പെയ്തത് ജോൺ കണ്ടു. പെട്ടെന്നൊരു മെഷീൻ നിഗൂഢമായി തിളങ്ങുന്നത് കണ്ട് അങ്ങോട്ട് പോയി. നാണയം തടവി ഉള്ളിലിട്ട് ഹലോ എന്ന് വിളിച്ചതും ജാക്ക്പോട്ട് അടിച്ചു. തിളക്കം അടുത്ത മെഷീനിലേക്ക് മാറിയപ്പോൾ ജോൺ വീണ്ടും നാണയം തടവി ഉള്ളിലിട്ട് ഹലോ എന്ന് വിളിച്ചതോടെ ജാക്ക്പോട്ട് അടിച്ച് അവൻ $30,000 ജയിച്ചതായി വെയിട്രസ് അഭിനന്ദിച്ചു. തിളങ്ങുന്ന അടുത്ത മെഷീനിലേക്ക് നടക്കുമ്പോൾ എല്ലാവരെയും തോൽപ്പിക്കുന്ന മെഷീനാണതെന്ന് വൃദ്ധ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അവഗണിച്ച് മൂന്നാമത്തെ നാണയമിട്ട് ഹലോ എന്ന് വിളിച്ചപ്പോഴും ജാക്ക്പോട്ട് അടിച്ചു. തുടർച്ചയായി 25 ജാക്ക്പോട്ടുകൾ അടിക്കുന്നത് കണ്ട് ഉടമ പരിഭ്രാന്തനായി. അടുത്തത് ഏതാണെന്ന വൃദ്ധയുടെ ചോദ്യത്തിന് ജോൺ ചൂണ്ടിക്കാണിച്ച തിളങ്ങുന്ന മെഷീനിൽ വൃദ്ധയും അതനുകരിച്ച് ജാക്ക്പോട്ട് നേടി നന്ദി പറഞ്ഞു. മതിയാക്കി മടങ്ങാൻ തുനിഞ്ഞ ജോണിനെ ജീവനക്കാരൻ ഉടമയുടെ മുറിയിലെത്തിച്ചു. കാസിനോയിലേക്കിനി വരരുതെന്ന് പറഞ്ഞ് ഉടമ പണപ്പൊതി നൽകി ഡ്രൈവറുടെ കൂടെ വീട്ടിലേക്ക് അയച്ചു. പണം കളഞ്ഞുകുളിച്ചെന്ന് കരുതി ഭാര്യ അവന്റെ കരണത്തടിച്ച് പൊതി പിടിച്ചെടുത്തെങ്കിലും നിറയെ പണം കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അങ്ങനെ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു.